ഇനി മേലാൽ എന്റെ ചെക്കന്റെ പിന്നാലെ നിന്റെ കണ്ണു പോലും പതിയരുത്. നിന്റെ നിഴല് പോലും അവന്റെ മേൽ പതിയരുത്. അങ്ങനെ വന്ന ഇനി ഈ അബിക്കൊന്നും ചിന്തിക്കാനില്ല. ഡെഫിനറ്റ്ലി ഐ വിൽ കിൽ യു. Please. ഇല്ല, ഞാൻ വരില്ല. നിങ്ങളുടെ ലൈഫിൽ ഞാൻ വരില്ല. വരരുത്. വന്ന ഒരു കാക്കക്കും പൂച്ചക്ക് പോലും നിന്റെ ഒരു തേരി എല്ലും കഷ്ണം പോലും കിട്ടാത്തൊരു അവസ്ഥയിൽ ഞാൻ ആക്കി വെക്കും, ചെയ്തിരിക്കും. അഭിറാമ പറയണേ, അത് വേണ്ട എന്നുണ്ടേ ഇറങ്ങിപ്പോടി, പോവാൻ. ഞാൻ പൊക്കോളാം ഞാൻ. അബി എന്താ ചെയ്യുന്നേ? തല കുത്തി നിൽക്കുന്നു. ഈ അവിടെ ഒരു തമാശ ഒത്തില്ല. അബി എന്താണ് ദേഷ്യാണോ എന്നോട്? എനിക്ക് ആരോടും ഒരു ദേഷ്യമോ ഒന്നുമില്ല. ഇന്നങ്ങോട്ട് വന്നേ, സൗകര്യമില്ല. അബി എന്താ അപ്പൊ ദേഷ്യമുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞില്ല എനിക്ക് ആരോടും ഒരു ദേഷ്യമൊന്നുമില്ലാന്ന്. എന്നാലേ ഇവിടെ ഒരു വന്നേ, അവിടെ ഒരു വരാനേ എനിക്ക് മനസ്സില്ല. എനിക്ക് ട്യൂഷൻ തുടങ്ങാൻ സമയമായി, ഞാൻ പോട്ടേട്ടാ. ട്യൂഷൻ ഇനിയും ഇല്ല, 1.5 മണിക്കൂർ. അത് പിന്നെ പിള്ളേരെ നേരത്തെ വന്നിരിക്കും. 5 മണിക്കല്ല ട്യൂഷൻ, 5:15 ആകുമ്പോഴാണ് ഓരോന്നും ഇവിടെ എത്താറുള്ളൂ. അപ്പോഴാണ് അവൻ്റെ നേരത്തെ വന്നിരിക്കില്ല, അത് 1 മണിക്കൂർ മുമ്പ്. അപ്പം നിനക്ക് എന്നോട് ദേഷ്യമുണ്ട്, നീ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ഒഴിവല്ലേ? ഓക്കെ, എന്നാ ദേഷ്യമുണ്ട്, അങ്ങനെ തന്നെ വിചാരിച്ചോ. എനിക്ക് ഭയങ്കര ദേഷ്യം നിന്നോട്. എൻ്റെ അമ്മോ, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് വെച്ചാല്, നിനക്ക് എന്നോട് ദേഷ്യമില്ല എങ്കിൽ തന്നെ എന്താ നിനക്കൊരു കിസ് തന്നാല്, എന്താ നിനക്ക് കുറച്ചു നേരം കൂടെ എൻ്റെ അടുത്ത് ഒന്ന് ഇരുന്നാല്. പോരെ, ഇതെന്തോന്ന് കിസ് ഇവനെ കൊണ്ട്? അല്ല, ഇപ്പൊ ഞാനാണോ ടോപ്പ് അതോ നീയാണോ ടോപ്പ്? അത് നീ തന്നെ കണ്ടുപിടി. ഇവനിത് എന്തോന്ന് വരാത്തെ? എന്തോരം നേരം വേണടാ നിന്റെ ചെക്കനൊന്നും ഒരുങ്ങി വരാനായിട്ട്? ഒരുങ്ങാനും വലിയ ടൈം വേണ്ടടാ, പക്ഷെ കുളിക്കാനുണ്ടല്ലോ നല്ല സമയം വേണം. ഓ, കുടുംബത്തിന്റെ പാരമ്പര്യം കാത്തു. നീ ഇതെങ്ങോട്ടാടാ? ഞങ്ങൾ ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ. അശോ, എന്റെ പൊന്നു നീരജ്, ഇവിടെ ഒന്നും നടക്കാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ എനിക്ക് ഇവിടെ ഉള്ള ആൾക്കാരൊന്നും നോക്കൊന്നും വേണ്ട. എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് മാത്രമേ ഞാൻ ഇടുള്ളൂ. എനിക്ക് ഈ ഡ്രസ്സാണ് ഇപ്പൊ കംഫർട്ടായിട്ട് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ ഇടുള്ളൂ. അതിനിപ്പോ ആരും എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അറ്റ്ലീസ്റ്റ് ഈ നീര വിട്ട പോലെ ഇട്ടോടെ നിനക്ക് ഡ്രസ്. അതന്നെ എന്നെ കണ്ടുപിടിക്ക്, അഴുക്ക് ചെക്കൻ, തന്തേക്കാൾ മോശം. കൂട്ടുകാര് പറഞ്ഞടാ. ഞാനൊന്നും പറയില്ല, എന്തേലൊക്കെ ചെയ്യും. എന്തപ്പണ്ടായേ? ചെവിക്കൊക്കെ ഒരു മൂളിച്ച പോലെ. എന്താ അങ്ങോട്ട് നോക്കിക്കേ. എന്റെ പന്നി, ഇങ്ങനെ നോക്കിയതിന്റെ ചോര ഊറ്റി കുടിക്കാതടാ. എന്റെ ചെക്കനല്ലേ, എങ്ങനെ നോക്കിയാലെന്താ? ആയിക്കോട്ടെ.
പോവാം. പോവാം പോവാം. എന്റെ പൊന്നോ, എന്തൊക്കെ കാണണം. അങ്ങനെ പറയാൻ മാത്രല്ല മാറ്റൊന്നും ഇവിടെ വന്നിട്ടില്ല അല്ലേ? ഏയ്, അല്ലെങ്കിൽ ഈ പട്ടിക്കാടൊക്കെ എന്ന് മാറാനാടാ? നിന്റെ ചെക്കൻ കേൾക്കണ്ടട്ടാ. അണ്ണാ, ആരത്? അണ്ണനാ? ആരത്? ആ, വാസു, നീയോ? ഇന്ന് സ്കൂളില്ല അണ്ണാ? ഇല്ലടാ, അന്ന് രണ്ടാം ശനിയല്ലേ, ഇന്നില്ല. ആ, അത് ഞാൻ മറന്നുപോയി. പിന്നെ എന്തിനാ വിശേഷൊക്കെ? ഇതാണോ അണ്ണൻ പറഞ്ഞ ആള്? ഇത് അണ്ണന്റെ ആള്. ഇത് മറ്റേ സഹോദരൻ. യാ. അല്ല, ഇയാൾക്ക് എങ്ങനെ കറക്റ്റ് വരെ മനസ്സിലായി? അതിനെന്റെ പൊന്നിഷ്ടാ, അങ്ങനാണ് ഇങ്ങനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാറുള്ളത്. അറിയോ, ഫോട്ടോ കാണണ്ടെന്ന് ഒരാവശ്യമില്ല, അങ്ങനെ മനസ്സിലാക്കി തരും. വാസു, ഞാൻ പറഞ്ഞ സത്യല്ല അണ്ണാ. അണ്ണന് 24 മണിക്കൂർ നിങ്ങളെ കുറിച്ച് പറയാനേ നേരമുള്ളൂ. ആണോ? ഏയ്, അങ്ങനൊന്നുമില്ല. ഇവനൊന്ന് വിഷയം മാറ്റണല്ലോ. അല്ലടാ, അവള് വന്നില്ല. അത് ഇവിടെ ഒരു ഉപ്പിയിട്ട് വിൽക്കണ കട കണ്ടപ്പോ അവിടെ നിന്ന്. ഇവളുടെ ഈ പ്രാന്ത് ഇപ്പോഴും മാറിയില്ല. അത് മാറും തോന്നുന്നുണ്ടാ? ആ, എന്താ വരുണ്ടല്ലോ. എടാ, ഇതെന്തോന്നത്? അതല്ലേ ഞാനും നോക്കുന്നേ. ഇനി മാമനെങ്ങാനും ഇവരുടെ വീടിന്റെ അടുത്ത് കൂടെങ്ങാനും പോയിണ്ടാവോ? പന്നി, വൃത്തിയോട് പറയാതെ. ഒരാളുടെ പോലെ 7 പേരുണ്ടാവുന്നല്ലേ, അതില് രണ്ടാമത്തെ ആളാവും. ഇനി ഉണ്ടാവും ബാക്കി 3, 4, 5, 6, 7 എവിടെയും ആയാ മതിയായിരുന്നു. അല്ലെങ്കിൽ എന്റെ പാവം മാമി. അല്ല, ഇനിയിപ്പൊ അങ്ങേര് ഇടക്കിടക്ക് പൂജ വഴിപാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങണ്ടായിരുന്നല്ലോ. ഇതിനിപ്പോ ഇങ്ങനെ എന്തിനെങ്കിലും. അല്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ, ഞാനിന്നൊന്നും മിണ്ടില്ല. എന്നാലും ഇതാണെന്ന് തോന്നുന്നു എന്റെ പണിക്കര് പറഞ്ഞ പെൺകുട്ടി. പണിക്കരാ? ഏത് പണിക്കര്? അത് നമ്മുടെ കേശവൻ പണിക്കരില്ലേ? കേശവൻ പണിക്കർ എന്ത്? ഏത് കേശവൻ പണിക്കര്? അങ്ങനെ ഒരു പണിക്കരുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലത്തെ ഒരു പെൺകുട്ടീനെ എനിക്ക് കിട്ടുന്നു. ഓഹോ, എന്തോ എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് പിടിച്ചു. നിനക്കല്ലെങ്കിലും എവിടെ പോയാലും എല്ലാ പെണ്ണുങ്ങളും ബോധിക്കുന്നതാണല്ലോ. അല്ലടാ, ഇതങ്ങനെയല്ല തോന്നുന്നു. അത് ഏത് പെണ്ണിനെ കണ്ടാലും പറഞ്ഞ ഡയലോഗല്ല മോനെ, എന്നെങ്കിലും അതൊന്ന് മാറ്റി പിടിയടാ. ഹേ, ഇതെന്നത്തെ പോലെ അല്ലടാ, ഇത് സീരിയസ്. കൊറേ സീരീസ് കേട്ടിട്ടുണ്ട് എന്റെ പൊന്നാര മോനെ. നീ ബെറ്റിനുണ്ടാ? എന്തിന്? ഇവളെ ഞാൻ 11 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ വളച്ചെടുക്കും. ഉണ്ടോ നീ ബെറ്റിന്? ഇല്ല മോനെ, നീ വേണമെങ്കിൽ 11 അല്ല 5 ദിവസത്തിനുള്ളിൽ വേണമെങ്കിൽ ആ പെണ്ണിനെ വളച്ചെടുക്കും. അച്ചാതെയാണ് കയ്യിലിരിപ്പേ. ഈ കാര്യത്തിൽ ഞാൻ നിന്റെ ബെറ്റിനില്ല, കാരണം നീ തന്നെ ചെയ്യിക്കൊള്ളു. എന്ത് ചെയ്യാനാ, ഞാനൊരു കഴിവേറിയായി പോയില്ലേ. പന്നപ്പോലെ ആടി മോനെ. അതെ, ആ കഴിവേറിത്തരം ഇവിടെ ഇടയ്ക്കരുത്. കാരണം എന്റെ ചെക്കന് സ്വന്തം പെങ്ങളെ പോലെ വിചാരിക്കണ പെങ്കൊച്ചാണത്. പ്ലീസ്, നിന്റെ ആ കഴിവേറിത്തരം ഇവിടെ ഇടയ്ക്കരുത്. എടുത്ത സത്യം പൊന്നു മോനെ തട്ടിക്കളയുമ്പോ നീ. പിന്നെ കൊല്ലാങ്ങോട് വായാൻ നിന്നേരാ. ഞാൻ സീരിയസ് ആയിട്ടാ പറയണേ. ഞാൻ എല്ലാ പ്രാവശ്യം പറയണ പോലെ അല്ല. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഞാൻ കൊറേ കേട്ടിട്ടുണ്ട്. നിന്റെ സ്വഭാവം എനിക്ക് അറിയണല്ലേ. എടാ, സീരിയസ് ആയിട്ടൂടാ. സീരിയസ് ആയിട്ടാണെങ്കിൽ നീ ഇങ്ങനൊക്കെ പറയണോണ്ട് മാത്രം പറയാണ് ഞാൻ. സീരിയസ് ആയിട്ടാണെങ്കിൽ ഓക്കെ, അല്ലാതെ ടൈം പാസിന് വേണ്ട പ്ലീസ്. ഐ മീൻ, ഇവിടുന്ന് പോകുന്നവരെ അങ്ങനെ വേണ്ട. ഇല്ലടാ, സീരിയസ് ആയിട്ടും. നിങ്ങളെ രണ്ടുപേരെന്താ അവിടെ അങ്ങനെ മാറിന്ന് സംസാരിക്കണേ? ഇങ്ങോട്ട് വരി. ഒന്നുമില്ലടാ വാസു, ഇതാണ് ഞാൻ പറയാറില്ല എന്റെ പെങ്ങള്. അതെനിക്ക് ഫസ്റ്റേ മനസ്സിലായി. അതെങ്ങനെ? വാസുവിന്റെ അനിയത്തിന് നീ സ്വന്തം പെങ്ങളായിട്ടാ കാണണേന്നല്ലേ പറഞ്ഞത്? വാസുവിന്റെ അനിയത്തിയാണല്ലോ ഇത്, എനിക്ക് മനസ്സിലാക്കിക്കൂടെ?
അങ്ങനെ വാസുവിന്റെ അനിയത്തി എന്ന് മാത്രം അങ്ങനെ പറയുന്നു വേണ്ട. ഞാൻ വാസുവേട്ടന്റെ അനിയത്തി മാത്രല്ല, അഭിയേട്ടന്റെ അനിയത്തിയും കൂടിയാ. സാരല്ലടാ, പോട്ടെ. എനിക്കങ്ങനെ വളയാത്ത പെണ്ണുങ്ങളെ വളക്കാൻ ഇഷ്ടം. അതല്ലടാ ഒരു ത്രില്ലുള്ളോ. ഞാനൊന്നും പറയണില്ലേ, ഈ വളയാത്ത പെണ്ണുങ്ങളെ വളച്ച് കുഞ്ഞോനിന്റെ മറ്റേ പഴയ സ്വഭാവം എടുത്താല് അറിയാല. എന്റെ പൊന്നണ്ണ, അണ്ണൻ ഇവിടുത്തെ പണിക്ക് നിർത്തിച്ചിട്ട് നാട്ടിലേക്ക് വന്നോടെ. അണ്ണൻ ഇല്ലാത്തതിന്റെ കുറവ് നല്ല ഉണ്ട്. അത് ശരിയാ പറഞ്ഞേ, അങ്ങോട്ട് വന്നോടേട്ടാ. ഏട്ടൻ അവിടെ എന്തൊക്കെയുണ്ട് നോക്കി നടത്താന്. ഏട്ടനില്ലാത്തതിന്റെ കുറവ് നല്ല രീതിക്കുണ്ട്. ഏട്ടന് അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കണില്ല, അങ്ങോട്ട് തിരിഞ്ഞു നോക്കണേ ഇല്ല, അങ്ങനൊന്നല്ല ഞങ്ങൾ രണ്ടുപേരും പറയണത്. ഏട്ടൻ ഇവിടെ ആണെങ്കിലും ഏട്ടനുള്ള പോലെ തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏട്ടൻ ഇവിടെ നിന്നിട്ട് തന്നെ എല്ലാം കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഏട്ടാ, എന്നാലും ഏട്ടൻ അവിടെ വേണം. വാസു, അമ്മു, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ ഞാൻ അവിടെ ഒക്കെ വിട്ടിട്ട് ഇവിടെ മാത്രം നിൽക്കുന്നു? ഞാൻ എന്തായാലും ഇവനെ കൂട്ടി അങ്ങോട്ട് വരും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടെ തന്നെ ആവും അല്ലേ? അമ്മു വിഷമിക്കേ വേണ്ട. ഫസ്റ്റ് ഇവര് വരും, പിന്നെ ഇവരുടെ ബാക്കിൽ നീരവേട്ടൻ വരും. വിഷമോ? ആർക്ക്? അല്ല, അപ്പി അവിടെ ഇല്ലാത്തതിന് വിഷമം നിങ്ങൾക്ക് നല്ല രീതിക്ക് ഉണ്ടല്ലോ, ആ വിഷമത്തിനെ കുറിച്ചിട്ടാ പറഞ്ഞു, അല്ലാണ്ട് ഒന്നുമില്ല. ഓ അങ്ങനെ. ഏട്ടൻ എന്തായാലും വരണോട്ടോ, എത്രയും പെട്ടെന്ന് തന്നെ വരണേ. പിന്നുണ്ടല്ലോ, നമ്മുടെ അമ്മിണിക്കുട്ടി പ്രസവിച്ചു, അത് പറഞ്ഞ. അമ്മിണിക്കുട്ടിയോ? അത് ഞങ്ങളുടെ അടുത്തൊരു പശു. ഓ. പിന്നുണ്ടല്ലോ, ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. അല്ല, അങ്ങനെ നിക്കണെന്ന് നമുക്കൊരു ചായ കുടിച്ചാലോ? ആ, കുടിക്കാലോ. എന്നിട്ട് ബാക്കി സംസാരം പിന്നാവാം. നീരജ് എന്തേ കുടിക്കാലോ? ഇവിടെ വന്നിട്ട് ഇതൊക്കെ അല്ലേ ഒരു വൈബ്. ഈശ്വര, ആള് മാറിയൊന്നുമില്ലല്ലോ. അശേ, ഇങ്ങനെ ഒരു കിഴങ്ങൻ. അവനൊന്നും ഇങ്ങനത്തെ ഒരു സ്ഥലത്തുനിന്ന് കുടിക്കണത് ഇഷ്ടേ ഇല്ലാത്തതാണ്. എന്നിട്ടും അഭി പറഞ്ഞപ്പോ അവൻ കുടിക്കാന്ന് സമ്മതിച്ചു. എന്റെ ഒന്നും ഇതിന് കിട്ടില്ല. അതാണ് നീരജേട്ടൻ. അപ്പൊ കുടിക്കാം. ഇവള് കുടിക്കണ്ട. അപ്പൊ നമുക്ക് കുടിക്കാലോ. നീരജ് മാത്രല്ല, ഞാനും ഇവിടുത്തെ ചായക്ക് കുടിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്ന് മുതല്? ഇപ്പൊ മുതൽ. മിക്കത് ഈ കൊച്ചിന്റെ കൈ കൊണ്ടാവും എന്റെ മരണം. ഈശ്വര, ഒരു പാവാണ്, പൊട്ടനാണ്. ആ പെങ്കൊച്ചി എന്റെ ശല്യം സഹിക്കാൻ പറ്റാണ്ട് കൊല്ലൊന്നും ചെയ്യല്ലേ. മിക്കത് അതിനുള്ള ചാൻസ് ഉണ്ട്. ആ പെങ്കൊച്ചിന് ഇതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും ഒരു ശക്തി കൊടുക്കണേ.